പോലീസുകാരെ ആക്രമിച്ച സ്ത്രീയടക്കം 4 പേർ പിടിയിൽ. അനിത, സുജിത്, അൻവർ, അരവിന്ദ് എന്നിവരെയാണ് നെടുമങ്ങാട് പോലീസ് പിടികൂടിയത്. ഇവരുടെ ആക്രമണത്തിൽ 2 പോലീസുകാർക്ക് പരിക്കേറ്റിരുന്നു. പെട്രോൾ പമ്പിലെ സംഘർഷവുമായി ബന്ധപ്പെട്ട് പിടികൂടാനെത്തിയപ്പോഴായിരുന്നു പോലീസിന് നേരെ ആക്രമണമുണ്ടായത്. ലഹരിക്കടത്ത് കേസിലെ പ്രധാനിയാണ് അനിതയെന്നും പോലീസ് പറഞ്ഞു. പ്രതികൾക്കെതിരെ നിരവധി കേസുകൾ നിലവിലുണ്ട്. ഇന്നലെ രാത്രി 9 മണിയോടടുപ്പിച്ച് നെടുമങ്ങാട് 11-ാം കല്ലിലെ ഇന്ത്യൻ ഓയിൽ പെട്രോൾ പമ്പിൽ ഒരു ആൾട്ടോ കാറിൽ വന്ന 5 അംഗ സംഘം അവിടുത്തെ മാനേജരെയും അതുപോലെ ജീവനക്കാരെയും ഭീഷണിപ്പെടുത്തുന്നതായിട്ടൊരു വിവരം കിട്ടി. തുടർന്ന് ഇത് പല കേസുകളിൽപ്പെട്ട ഡ്രഗ് ഡീലേഴ്സ് ആയിട്ടുള്ള ക്രിമിനൽസ് ആണ് ഈ വാഹനത്തിൽ ഉണ്ടായിരുന്നതെന്നും അവരെ ഭീഷണിപ്പെടുത്തിയതെന്നും വിവരം ലഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ പോലീസ് പാർട്ടി ശക്തമായി പട്രോളിംഗ് നടത്തി ഇവരെ കണ്ടെത്തുന്നതിന് ശ്രമം നടത്തി. അങ്ങനെ ഇവർ നെടുമങ്ങാട് പാർക്കിംഗ് ഏരിയയിൽ ഉണ്ടെന്ന് വിവരം കിട്ടിയതിൻ്റെ അടിസ്ഥാനത്തിൽ അന്നേരം പെട്രോളിംഗിൽ ഉണ്ടായിരുന്ന ഒരു വാഹനം അവിടെ എത്തുകയും ഇവരെ പിടിക്കാൻ ശ്രമിക്കുകയും ചെയ്ത സമയം അതിലുണ്ടായിരുന്ന ASI ഷാഫി, CPO അഭിലാഷ് എന്നീ 2 ഉദ്യോഗസ്ഥരെ ഈ പറഞ്ഞ സംഘത്തിലുള്ളവരെ ആക്രമിക്കുകയും അവരെ പരിക്കുപറ്റുകയും ചെയ്തിട്ടുണ്ട്. തുടർന്ന് ഇവിടുന്ന് അഡീഷണൽ പാർട്ടി പോയിട്ട് ഇവരെ കീഴ്പ്പെടുത്തി ഈ സ്റ്റേഷനിലെത്തിച്ച് ഇവർക്കെതിരെ നിയമ നടപടി സ്വീകരിച്ചിട്ടുണ്ട്. അതിൽ ഒരു വനിത ഉൾപ്പെടെയുള്ള ആളുകളുണ്ട്. അയാൾ മുൻപ് 4ഓളം കേസുകളിലെ പ്രതിയാണ്. അതുപോലെ തന്നെ ഡ്രഗ് ഡീലിങ്ങുമായിട്ട് നടക്കുന്ന ഒരാളാണ്. ഈ ബാക്കി അതിൽ പറയുന്ന ആൾക്കാർ ഈ വനിതയുടെ പേര് അനിത എന്നാണ്. അവർ അരുവിക്കര സ്വദേശിയാണ്. ഇതിൻ്റെ കൂടെ ഉണ്ടായിരുന്നത് ജഗ്ഗു എന്ന് വിളിക്കുന്ന ഇവരുടെ തന്നെ ലൈഫ് പാർട്ണറായിട്ടുള്ള സുജിത്ത്. അയാൾക്ക് 5 കേസ് ഇതിനു മുമ്പ് വിവിധ സ്റ്റേഷനുകളിലായിട്ടുണ്ട്. അതുപോലെ തന്നെ അരവിന്ദ് എന്ന് പറയുന്ന ഒരാളുണ്ട്. അയാൾക്കും NDPS ഉൾപ്പെടെയുള്ള കേസുകളുണ്ട്. പിന്നെ ഇതിൽ പിടികിട്ടാനുള്ള ഒരാളുണ്ട്. അതിൽ DK അഖിൽ എന്ന് വിളിക്കുന്ന ഒരു ചെറുപ്പക്കാരനാണ്. അയാൾ നിരവധി കേസുകളിലെ പ്രതിയാണ്. പിന്നെ ഈ അൻവർ എന്ന് പറഞ്ഞ ആളിൻ്റെ ആണ് ഈ കാറ് കൊണ്ട് ഓടിച്ച് ഇവരെയൊക്കെ കയറ്റി വന്ന് ഈ പരിപാടിക്കുള്ള ഏർപ്പാടുകളെല്ലാം ചെയ്തു കൊടുത്തത്. ഇവരെല്ലാം കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ബഹുമാനപ്പെട്ട കോടതിയിൽ ഹാജരാക്കുന്നുണ്ട്.